ഹലോ ഫ്രണ്ട്സ്, കുളിയൊക്കെ കഴിഞ്ഞ് ഉമ്മാറ അടിച്ചോരി വിളക്ക് വയ്ക്കാൻ നോക്കുകയാണ് കേട്ടോ. വിളക്ക് വെക്കൽ കഴിഞ്ഞ് പൂ പൊട്ടിച്ച് വിളക്കിന് പൂ വെച്ച് കൊടുത്തു, കൃഷ്ണന് പൂ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നാമം ചൊല്ലായിരുന്നു. എന്നിട്ടാണ് അടുക്കളയിൽ കയറിയിട്ടത് തീ പിടിപ്പിച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ചോറിനുള്ളത്. ഗ്രീൻ പീസ് കറിയും വെള്ളയപ്പം ഉണ്ടാക്കണം, ചായ വെക്കണം, ചാറുകൂട്ടാൻ വെക്കണം കേട്ടോ. ചായ ആയ അടുപ്പത്ത് വേണം നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാൻ വെക്കാനായിട്ട്. കഷ്ണങ്ങളൊക്കെ നേരത്തെ കൂട്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ ചായ ആയപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഞാൻ. വെള്ളയപ്പം ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചാറുകൂട്ടാനൊക്കെ വെക്കാനായിട്ട്. ചോറ് ഇതേ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ചോറായ അടുപ്പത്ത് വേണം ചീരടല വെക്കാൻ. ഗ്രീൻ പീസ് വന്നപ്പോൾ കഷ്ണങ്ങളൊക്കെ വേവിച്ച് നാളികേരം അരച്ചൊഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കറിയായി. പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിക്കണം. ഇത് ചീരയുടെ എല്ലാം ഉപ്പേരി ആയിക്കൊണ്ടിരിക്കുന്നു. അതേ കഷ്ണങ്ങളിട്ട് വേവിക്കാൻ വീണ്ടും വെച്ച് നാളികേരം അരച്ചെടുത്ത് കറി കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഏട്ടനുള്ളത് ചോറ് ഇതാക്കി കൊടുക്കുന്നു. ഏട്ടനത് വേഗം പോകണമെന്ന് പറഞ്ഞു കേട്ടോ. ഇത് ഏട്ടൻ്റെ ചോറ് ആക്കി കൊടുത്തിട്ട് ഏട്ടൻ്റെ ബാഗ് സെറ്റാക്കി ഞാൻ ചായ കുടിക്കായിരുന്നു. ടാറ്റ ബൈ ബൈ.